വഴിക്കടവിൽ വിദ്യാർത്ഥി ഷോക്കേറ്റ് മരിച്ച സംഭവം കേന്ദ്രീകരിച്ച് നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണം. പ്രതിപക്ഷ നേതാവും UDF കൺവീനറും ഇന്ന് അനന്തുവിന്റെ വീട് സന്ദർശിക്കും. വനമന്ത്രി AK ശശീന്ദ്രനും മണ്ഡലത്തിലെത്തിയേക്കും. LDF വഴിക്കടവ് പഞ്ചായത്ത് ഉപരോധിക്കും. BJPയുടെ നിലമ്പൂർ ഓഫീസ് ഉപരോധവും ഇന്ന്. സംസ്ഥാനത്ത് ഇന്ന് അർദ്ധരാത്രി മുതൽ ട്രോളിംഗ് നിരോധനം നിലവിൽ വരും. ജൂലൈ 31 വരെ മീൻ പിടിക്കാൻ അനുമതി പരമ്പരാഗത വള്ളങ്ങൾക്ക് മാത്രം. വറുതി നേരാൻ ധനസഹായം പ്രഖ്യാപിക്കണമെന്ന് മത്സ്യത്തൊഴിലാളികൾ. കൊച്ചിയിൽ അറബിക്കടലിൽ മുങ്ങിയ ചരക്ക് കപ്പലിൽ ഇന്ന് പരിശോധന. കപ്പലിൽ പരിശോധനയ്ക്ക് ആഫ്രിക്കയിൽ നിന്നെത്തിയ മുങ്ങൽ വിദഗ്ധർ. കണ്ടെയ്നറുകൾ അതിലെ വസ്തുക്കളും പുറത്തെത്തിക്കും. ലോകത്തിലെ ഏറ്റവും വലിയ ചരക്ക് കപ്പലായ MSC ഐറിന് ഇന്ന് വിഴിഞ്ഞത്ത് നങ്കൂരമിടും. MSC ഐറിൻ നങ്കൂരമിടുന്ന ആദ്യ ദക്ഷിണേന്ത്യൻ തുറമുഖമായി വിഴിഞ്ഞം. നടൻ കൃഷ്ണകുമാറിനും മകൾ ദിയയ്ക്കുമെതിരായ കേസിലും ജീവനക്കാർക്കെതിരായ പരാതിയിലും വിശദമായ അന്വേഷണത്തിന് പോലീസ്. പണമിടപാട് രേഖകൾക്കായി ബാങ്കുകളെ സമീപിക്കും. ജീവനക്കാരികളെ തട്ടിക്കൊണ്ടുപോയെന്ന പരാതിയിൽ CCTV ദൃശ്യങ്ങളും ശേഖരിക്കും. യുവേഫ നേഷൻസ് ലീഗ് കിരീടം പോർച്ചുഗലിന്. നിലവിലെ ചാമ്പ്യന്മാരായ സ്പെയിനിന്റെ പെനാൽറ്റി ഷൂട്ടൌട്ടിൽ പരാജയപ്പെടുത്തി. ഷൂട്ടൌട്ടിൽ പോർച്ചുഗലിന്റെ ജയം 5-3. 2 തവണ യുവേഫ നേഷൻസ് കിരീടം നേടിടുന്ന ആദ്യ ടീമായി പോർച്ചുഗൽ. ഫ്രഞ്ച് ഓപ്പൺ പുരുഷ സിംഗിൾസ് കിരീടം നിലനിർത്തി കാർലോസ് അൽക്കാരസ്. 5 സെറ്റുകൾ നീണ്ട പോരാട്ടത്തിൽ യാനിക് സിന്നറെ പരാജയപ്പെടുത്തി. അൽക്കാരസിന്റെ വൻ തിരിച്ചുവരവ് ആദ്യ 2 സെറ്റ് നഷ്ടമായതോടെ. അൽക്കാരസിന്റെ 5ാം ഗ്രാൻഡ് സ്ലാം കിരീടം ഫ്രഞ്ച് ഓപ്പൺ ചരിത്രത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ പോരാട്ടത്തിലൂടെ.